ഫിറ്റ്സ് ഇപ്പം ഇന്ന് വരുമോ നാളെ വരുമോ അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമോ എന്നുള്ളൊരു സ്ട്രെസ്സ് കാരണം അവരെന്നെ മോശമായി കാണുമോ എന്നുള്ളത് കാരണം ഒരു ഡിപ്രഷനിലേക്ക് ഈ നമുക്കുള്ളിൽ തോന്നുന്ന ഒരു ഇത് കാരണം വരാം. അതല്ലെങ്കിൽ പിന്നെ ഫിറ്റ്സ് കാരണം വേറെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ബുള്ളിയിങ് വരാം. ഇതൊരു ഡിഫറൻസ് സ്കൂളിൽ വെച്ചിട്ട് വേറെ ആരെങ്കിലും നമ്മളെ മോശമായിട്ട് കാണുന്ന അവരതുപോലെ പറയുകയും ചെയ്യുമ്പം അതൊരു ആക്ച്വലി മാനിഫെസ്റ്റ് സ്റ്റിഗ്മ എന്ന് പറയും. അത് പുറത്തുനിന്ന് ആൾക്കാർ തിരിച്ചു പറയുന്ന സാധനം. എന്തായാലും അപസ്മാര രോഗത്തിന് ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ആക്സെപ്റ്റൻസ് കുറച്ച് കുറവാണ്. ഈ 1-2 മിനിറ്റ് നോക്കിക്കൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കണ്ടു നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനകത്ത് ആൾക്കാർ കണ്ടുപിടിച്ച ഒരു കമ്മ്യൂണിറ്റി കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഈ താക്കോല് അന്വേഷിച്ച് പിടിച്ച് കൊണ്ടുവരുമ്പോഴേക്ക് ഇത് യൂഷ്വലി നിൽക്കും. അത് കയ്യിലെത്തുമ്പോഴേക്ക് യൂഷ്വലി നിൽക്കും. സമയമാണ് അതിൻ്റെ ഇഷ്യൂ. അത് ആ സമയത്തിൽ നമ്മൾ എന്ത് കൊടുത്താലും നിൽക്കും എന്നുള്ളതാണ് യൂഷ്വൽ സീഷേഴ്സ്. സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശാസ്ത്രീയമായൊരു തെറാപ്പി അല്ല ഇപ്പോൾ, ഡെഫിനറ്റ്ലി. അതിന് യാതൊരു തെളിവുകളും ഇല്ല. ഓട്ടിസത്തിലും ഒരു ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റീസിലും അത് ചേഞ്ച് ചെയ്യുന്ന സ്റ്റെം സെൽ തെറാപ്പി ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ട്രാജക്ടറിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സ് ഓഫ് ദ ഡിസീസോ ചേഞ്ച് ചെയ്തതായിട്ട് ഒരു തെളിവുകളും ഇല്ല. ഹെൽത്തി ഫ്ലിറ്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ പോപ്പുലേഷൻ നോക്കുമ്പോൾ അറൗണ്ട് 1% ആളുകളെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം എന്നുള്ളത്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഡോക്ടർ വിനയനാണ്. ഡോക്ടർ വിനയൻ അമൃത ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് ന്യൂറോളജിയിൽ ഹെഡായിട്ട് ജോലി ചെയ്യുവാണ്. സാറിന് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും പരിചയസമ്പത്തും ഈ ഒരു ഏരിയയിലുണ്ട്. സോ സാറിന് ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കുട്ടികളിൽ ഒരുപാട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ സാർ ഏതൊക്കെയാണ് കണ്ടുവരുന്നത്? അതും ഏത് പ്രായത്തിലായിരിക്കും നമുക്ക് ഒരു കുട്ടിയിൽ എപ്പിലെപ്സി കണ്ടു തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്നത്? അപസ്മാര രോഗം ഏത് പ്രായത്തിലും വരാം. അത് ഇപ്പം ഈ നവജാത ശിശു മുതൽ വലിയ ആൾക്കാരിൽ വരെ ഏത് പ്രായത്തിലും വരാവുന്ന ഒരു രോഗം അല്ലെങ്കിൽ ഒരു രോഗലക്ഷണമാണ് ഈ അപസ്മാരം അല്ലെങ്കിൽ ഫിറ്റ്സ് അല്ലെങ്കിൽ സീഷർ, എപ്പിലെപ്സി, അങ്ങനെ പല പേരിൽ പറയും. അത് അപ്പോൾ ഇത് മെയിൻലി നമ്മൾ കാണുന്ന ഇപ്പോൾ സിനിമയിലൊക്കെ ഉള്ളതുപോലെ തെറ്റി താഴെ വീഴുക, കൈകാലിട്ട് വിറയ്ക്കുക, ഇതാണ് നമ്മൾ വലിയ ഫിറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ഗ്രാൻഡ് മാൽ എന്നൊക്കെ പറയും പണ്ട്. ഇപ്പം ജനറലൈസ് ടോണിക് സീഷേഴ്സ് എന്ന് പറയും. അതാണ് എപ്പോഴും നമുക്ക് പെട്ടെന്ന് കാണുന്ന ഒരു വലിയ ഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ടൈപ്പ് എന്ന് പറയുന്നത് ചെറുതായിട്ട് ഇങ്ങനെ ഞെട്ടുന്ന പോലെ അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന പോലെ, അത് ആബ്സെൻറ്റ് സീഷേഴ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പല രൂപത്തിൽ ഇത് വരാം. അപ്പോൾ ഇത് ഏത് രൂപത്തിൽ വരും എന്നുള്ള അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ചികിത്സകളും പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അത് ഇപ്പോൾ ചില കുട്ടികളിൽ ഫിറ്റ്സിൻ്റെ ഒരു ലക്ഷണങ്ങളും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ നമ്മളൊരു EEG ചെയ്യുമ്പോൾ അതിൽ എപ്പിലെപ്റ്റിക് ഫോം ആയിട്ടുള്ള ചെറിയ ചെറിയ അബ്നോർമാലിറ്റീസ് കാണുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു വേരിയേഷൻ ആണോ? അതായത് സിംറ്റമാറ്റിക് അല്ലാത്ത രീതിയിലും എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഇങ്ങനത്തെ? അതുണ്ട്. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇപ്പം സാധാരണ കുട്ടികളിൽ ഒരു പെർസെൻറ്റേജിൽ, വളരെ ചെറിയ പെർസെൻറ്റേജിൽ EEGയിൽ അബ്നോർമാലിറ്റീസ് കാണാം. അപ്പോൾ എന്ത് കാര്യത്തിനാണ് നമ്മൾ EEG എടുക്കുന്നത് എന്നുള്ളതിനാണ് കാര്യം. ഇപ്പം നമ്മളൊരു ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ, ഓട്ടിസവുമായിട്ടുള്ള ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു EEG ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും ആ EEGയിൽ ഒരു ചേഞ്ചസ് കാണാം. പക്ഷേ ആ ചേഞ്ച് എത്രത്തോളം ഉണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടത്. അല്ലെങ്കിൽ വെറുതെ ഒരു ചേഞ്ച് കാണുന്നതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുക. പിന്നെ ചില കുട്ടികൾ നോർമലി ഇപ്പോൾ പനിയുടെ കൂടെ അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അപസ്മാരമായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ പുറകിലുള്ളൊരു മെഡിക്കൽ റീസൺ എന്തായിരിക്കും? അത് വളരെ കോമൺ ആയിട്ടുള്ളതാണ്. അതായത് ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയുന്ന സാധനം അത് നോർമൽ കുട്ടികളിലാണ് ഉണ്ടാവുക. അവർക്ക് പൊതുവേ ഒരു കുടുംബത്തിൽ അത് അവരുടെ അച്ഛനോ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ഒരു 6 മാസം മുതൽ ഒരു 5 വയസ്സ് വരെ അല്ലെങ്കിൽ 6 വയസ്സ് വരെ മാക്സിമം വരും. അത് കഴിഞ്ഞാൽ പിന്നെ അവരതിന്ന് ഔട്ട്ഗ്രോ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അത്തരം കേസുകൾ നമ്മളിപ്പം ഒരു ശക്തിയേറിയ ഒരു അപസ്മാര രോഗബാധയായിട്ട് കൺസിഡർ ചെയ്യാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് മരുന്നുകളുടെ ആവശ്യമില്ല. ആ പനി വരുന്ന സമയത്ത് പനി കൂടുതലാവാതെ നോക്കുക. പിന്നെ ചില പ്രത്യേക മരുന്നുകൾ, ഈ ജലദോഷത്തിനൊക്കെ കൊടുക്കുന്ന ഈ ആൻറ്റിഹിസ്റ്റമിൻ മരുന്നുകളൊക്കെ ഈ ഫിറ്റ്സിൻ്റെ ടെൻഡൻസി കൂട്ടും. അപ്പോൾ അത്തരം മരുന്നുകൾ കഴിയുന്നതും കുറയ്ക്കുക. പിന്നെ പനി വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പീഡിയാട്രീഷ്യനെ കണ്ടിട്ട് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് വരാനുള്ള ടെൻഡൻസി കുറയ്ക്കാൻ പറ്റും. പിന്നെ ആ ഒരു ഏജ് കഴിഞ്ഞാൽ മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതിനെ ഒരു വലിയ അപസ്മാര രോഗബാധയായിട്ട് കാണേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ അത് വളരെ കോമൺ ആണ്, നമ്മളെ പോപ്പുലേഷനിൽ വളരെ കോമൺ ആണത്.
അതുപോലെ തന്നെ ഈ മരുന്നുകൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ട് എപ്പിലെപ്സിക്ക് വേണ്ടി നമ്മൾ ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് കൊടുക്കുമ്പോൾ അതിന് കുട്ടികൾക്ക് എന്തെങ്കിലും പഠനപരമായിട്ടോ അല്ലെങ്കിൽ ബിഹേവിയറിലോ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ആയിട്ട് കണ്ടുവരാറുണ്ടോ? അല്ല, മെയിൻലി അതിൻ്റെ ഒരു ഡോസിനനുസരിച്ചിട്ടാണ് അത് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ അപസ്മാര രോഗം എന്താണ്, ഒരു ബ്രെയിനിൻ്റെ ഒരു അബ്നോർമൽ സിഗ്നൽസ് ആണ് അത്, അബ്നോർമൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കുന്നത് അത് കുറച്ച് വെക്കാനാണ്. പക്ഷേ നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസും, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും ഞാൻ കൈകൊണ്ട് കാണിക്കുന്നതും എല്ലാം ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാണ്. അപ്പോൾ നമ്മൾ ആ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസിനെ കുറച്ച് ഡൗൺ ആക്കുകയാണ് ഈ മരുന്നുകൾ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം മൊത്തത്തിൽ ചില സമയത്ത് നമുക്ക് ആ ഡോസ് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് ആദ്യമേ തന്നെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ സ്വഭാവത്തിലൊരു വ്യത്യാസം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സെഡേഷൻ ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു അറിയപ്പെടുന്ന ഒരു എഫക്റ്റാണ്. അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ബ്രെയിനിനെ ആക്ട് ചെയ്യുമ്പം അത് കുറച്ച് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുട്ടിയുടെ ആ ഒരു എഫക്റ്റ് അത് ടൈട്രേറ്റ് ചെയ്യുക, അതായത് അത് അഡ്ജസ്റ്റ് ചെയ്യുക, ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിനനുസരിച്ച് കുട്ടിക്ക് ഒരു ക്ഷീണം വരുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ഡോക്ടറെ അടുത്ത് തിരിച്ചു പോയിട്ട് ഡോക്ടറെ പെട്ടെന്ന് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് മരുന്ന് തുടങ്ങി അതോടെ പിന്നെ ഡോക്ടറെ കാണണ്ട എന്നുള്ളതല്ല. തുടർച്ചയായിട്ട് ഒരു റെഗുലർ ഫോളോ അപ്പ് ആവശ്യമുണ്ട്. എന്നാലേ അത് ആ ഒരു കൃത്യം ഡോസിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് സൈഡ് എഫക്റ്റും ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ. ഈ കുട്ടിക്കാലത്തെ അപസ്മാരം വളർന്നാലും അവർക്ക് പിന്നെയും വരാനുള്ള ചാൻസസ് ഉണ്ടോ? ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണോ? അതോ അതിനും എഗെയിൻ ടൈപ്സ് ആയിട്ട് ഉണ്ടോ? അല്ല, മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ടൈപ്സ് ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു 80% അപസ്മാര രോഗവും മരുന്നുകളിലൂടെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. അത് മെയിൻലി നമ്മൾ മരുന്ന് കൊടുക്കുക, അത് കോംപ്ലിക്കേഷൻസ് തടയുക. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ബ്രെയിൻ തന്നെ അതിനെ ഹീൽ ചെയ്യിക്കുമെന്നാണ് പറയുക. അത് പ്രത്യേകിച്ച് കുട്ടികളിൽ അത് വളരെ കൂടുതലാണ്. കുട്ടികളിൽ ഒരു അപസ്മാരം വന്നു കഴിഞ്ഞാൽ അത് മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് പ്രായമായിട്ട് വരുമ്പോൾ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ബ്രെയിനിൽ ഡാമേജ് ഒക്കെ വന്നിട്ടാണ് വരിക. അപ്പോൾ അത്തരം കേസുകളിൽ ചിലപ്പോൾ മാറിപ്പോയില്ല എന്ന് വരും. പക്ഷേ കുട്ടികളിൽ വരുന്നതിൽ അതായത് 80% വരെ മാറിപ്പോവാം എന്നുള്ളതാണ്. ഒരു 20% ആൾക്കാരിൽ മാറിപ്പോവാതിരിക്കുകയുള്ളൂ. ഓക്കെ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ റിഫ്രാക്ടറി എപ്പിലെപ്സി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്. അതിൽ നമുക്ക് അധികം മരുന്ന് കൊണ്ടുണ്ടാവുന്ന ഒരു ചികിത്സിച്ച് ഭേദമാക്കുന്നതിനേക്കാൾ കൂടുതൽ ഡയറ്ററി കൺട്രോൾസ് അങ്ങനെ കുറച്ചും കൂടി ഡിഫറെൻറ്റ് വേ ഓഫ് മാനേജ്മെൻറ്റ് ഇപ്പോൾ കുറച്ചുകൂടി മോഡേൺ മെഡിസിനിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡോക്ടറുടെ ഒരു ഇൻപുട്ട് എന്തായിരിക്കും? അല്ല, അതാണ് ഞാൻ ഈ പറഞ്ഞത്. 80% മരുന്നുകളിലൂടെ ഭേദമാക്കാൻ പറ്റും. ഈ 20%-ന് ഈ മരുന്നുകളിൽ ഒരു കൺട്രോൾ പൂർണ്ണമായി കിട്ടാറില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അതിനകത്ത് വേറെ എന്തെങ്കിലും കോസുകളുണ്ടോ, അതായത് ബ്രെയിനിനകത്തൊരു പ്രത്യേക ഏരിയയിൽ നിന്നാണോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സർജറി ചെയ്തിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും കുറേ ആൾക്കാർക്ക്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ചില പ്രത്യേക ഭക്ഷണ രീതികൾ വെച്ചിട്ട് അത് പ്രത്യേകിച്ചും ചില പ്രത്യേക അസുഖങ്ങൾ നമ്മളിപ്പം പ്രിസിഷൻ മെഡിസിൻ എന്നൊക്കെ പറയും. അതായത് ബ്രെയിനിനകത്ത് അല്ലെങ്കിൽ ശരീരത്തിനകത്ത് വരുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ചേഞ്ചസ് വരുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഫിറ്റ്സ് വരുന്നത്. അപ്പോൾ അതിനെ ഭക്ഷണക്രമത്തിലൂടെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ചിലർക്ക് മാറ്റങ്ങൾ വരും. അങ്ങനെ അല്ലെങ്കിൽ മരുന്നിൻ്റെ കൂടെ തന്നെ ഈ ഭക്ഷണക്രമങ്ങളിൽ മാറ്റം വരുത്തുക, അതായത് കീറ്റോജനിക് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതും ചില പ്രത്യേക അസുഖങ്ങളിൽ ഗുണം കിട്ടും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മെയിൻലി നമ്മൾ മനസ്സിലാക്കേണ്ടത് മരുന്നുകൾ കൊടുക്കുന്നു, അതിനകത്ത് മാറ്റങ്ങൾ വരുന്നില്ല, പിന്നെയും ഫിറ്റ്സ് വരുന്നുണ്ടെങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ ആവശ്യമുണ്ട്. കൂടുതൽ ഇവാലുവേഷൻ, അതായത് കൂടുതൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോഴത്തെ സയൻറ്റിഫിക് ഇതിനകത്ത്. അതും ഓരോ കുട്ടിക്ക് അനുസരിച്ച് മാറിയിട്ടായിരിക്കും അല്ലേ? ഓരോ ഡയറ്റും അതിൻ്റെ മാനേജ്മെൻറ്റ് ഓപ്ഷൻസും ഓരോ കുട്ടിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഒരു മെഡിക്കൽ പ്രൊഫൈൽ ബേസ്ഡ് ആയിരിക്കും. അതെ, അത് പല രീതിയിലുണ്ട്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡയറ്ററി ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിപ്പം എഫക്റ്റീവ് ആണെങ്കിൽ പോലും എല്ലാവരും എല്ലാ കുട്ടികളും ഒരുപോലെ എടുക്കത്തില്ല. ഇപ്പം നമ്മളുടെ എല്ലാവരുടെയും രുചി അല്ലെങ്കിൽ രുചിഭേദങ്ങളൊക്കെ പലരും പല രീതിയിലല്ലേ. അപ്പോൾ മെയിൻലി ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രൈമറി സാധനം. അതായത് കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഡയറക്റ്റ് കാർബോഹൈഡ്രേറ്റ്സും മറ്റേ സ്റ്റാർച്ചും അങ്ങനെയുള്ള എല്ലാം ഒഴിവാക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ഫോം. അപ്പോൾ അത് തന്നെ ഒരു ടയേർഡായിട്ട് പല ലെയറായിട്ട് ചെയ്യാൻ പറ്റും. അത് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്. ആദ്യം പ്യുവർ ഷുഗേഴ്സ് ഒഴിവാക്കുക, അതല്ലെങ്കിൽ സിമ്പിൾ ഷുഗേഴ്സ് ഒഴിവാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കോംപ്ലക്സ് ഷുഗേഴ്സ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് എല്ലാ അരി ആഹാരങ്ങൾ പോലുള്ള എല്ലാം ഒഴിവാക്കുക. അത് കഴിഞ്ഞിട്ട് കൂടുതൽ ഫാറ്റ് കഴിക്കുക. അതാണ് ഈ കീറ്റോജനിക് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എഫക്റ്റീവ് ആണെങ്കിൽ പോലും ചില കുട്ടികൾ എഫക്റ്റീവ് ആയ ആൾക്കാർക്ക് തന്നെ അവർക്കത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചിട്ടും കൂടിയാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. പക്ഷേ ഇൻ ജനറൽ ചില ടൈപ്പ് എപ്പിലെപ്സിയിൽ ഡയറ്ററി തെറാപ്പി എഫക്റ്റീവാണ്.
അത് പ്രത്യേകിച്ചും ഈ ഒരു പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോഡ്ലർ ഏജ് ഗ്രൂപ്പ്, അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കാണുന്ന ചില പ്രത്യേക ടൈപ്പ് ഫിറ്റ്സുകളുണ്ട്. അതിലാണ് ഏറ്റവും ഈ ഡയറ്ററി തെറാപ്പി എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ. ഈ കുട്ടികൾ തന്നെ ഈ അപസ്മാരം വരുമ്പോൾ ചില കുട്ടികൾക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് നമ്മൾ കണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ ഡിപ്രഷൻ, സ്ട്രെസ് റിലേറ്റഡ് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ. അതും അപസ്മാരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല നോക്കൂ, ഇപ്പം നമ്മളെ സ്വഭാവങ്ങളൊക്കെ വരുന്നത് ബ്രെയിനിനകത്തു നിന്നാണല്ലോ. അപ്പോൾ ഫിറ്റ്സും വരുന്നത് ബ്രെയിനിനകത്തു നിന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബ്രെയിനിനകത്ത് വരുന്ന ഏത് തരത്തിലുള്ള അബ്നോർമാലിറ്റീസും നമ്മളെ സ്വഭാവത്തിനെ ബാധിക്കാം. ഇപ്പം 2 രീതിയിൽ ബാധിക്കാം. ഒന്ന്, ആ ബ്രെയിനിൻ്റെ ഡാമേജ് കാരണം വരുന്നൊരു അത് കാരണം വരുന്ന നമുക്ക് ബ്രെയിനിലൊരു എഫക്റ്റ് ഉണ്ട്. അത് കാരണം ഫിറ്റ്സും വരുന്നു, ഈ സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങളും വരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മരുന്നുകൾ ഇങ്ങനെ കഴിക്കുമ്പോൾ മരുന്നിൻ്റെ റിയാക്ഷനായിട്ട് ചില ആൾക്കാർക്ക് ഡിപ്രഷനും അതുപോലുള്ള ബിഹേവിയറൽ ഹൈപ്പർ ആക്ടിവിറ്റി പോലുള്ള ബിഹേവിയറൽ ഇഷ്യൂസും വരാം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഫിറ്റ്സ് തന്നെ ഇങ്ങനെ നിർത്താതെ അടിക്കുമ്പോൾ ഫിറ്റ്സ് ഇങ്ങനെ പിന്നെയും പിന്നെയും വരുമ്പോൾ ബ്രെയിനിനകത്തൊരു ചേഞ്ചസ് ഉണ്ടാകുന്നു. അത് കാരണം നമ്മൾ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാകും. നാലാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം നാലാമത്തെ കാരണമാണ് പൊതുവേ ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളൊരു ഡിഫറൻ്റ് ആണ്, ഈ ഫെൽറ്റ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിക്ക് നോർമൽ കുട്ടികൾക്കാണ് അത് കൂടുതലുണ്ടാവുക. ഈ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് അത്രയ്ക്ക് ഉണ്ടാവില്ല. ഈ നമ്മളൊരു നോർമൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ അൺസർട്ടനിറ്റി, അതായത് ഫിറ്റ്സ് ഇപ്പം ഇന്ന് വരുമോ നാളെ വരുമോ അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമോ എന്നുള്ളൊരു സ്ട്രെസ്സ് കാരണം അവരെന്നെ മോശമായി കാണുമോ എന്നുള്ളത് കാരണം ഒരു ഡിപ്രഷനിലേക്ക് ഈ നമുക്കുള്ളിൽ തോന്നുന്ന ഒരു ഇത് കാരണം വരാം. അതല്ലെങ്കിൽ പിന്നെ ഫിറ്റ്സ് കാരണം വേറെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ബുള്ളിയിങ് വരാം. ഇതൊരു ഡിഫറൻസ് സ്കൂളിൽ വെച്ചിട്ട് വേറെ ആരെങ്കിലും നമ്മളെ മോശമായിട്ട് കാണുന്ന അവരതുപോലെ പറയുകയും ചെയ്യുമ്പം അതൊരു ആക്ച്വലി മാനിഫെസ്റ്റ് സ്റ്റിഗ്മ എന്ന് പറയും. അത് പുറത്തുനിന്ന് ആൾക്കാർ തിരിച്ചു പറയുന്ന സാധനം. എന്തായാലും അപസ്മാര രോഗത്തിന് ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ആക്സെപ്റ്റൻസ് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പല രീതിയിലും നമുക്കൊരു ബിഹേവിയറൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. ഓക്കെ. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ തന്നെ ഈ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഡിസബിലിറ്റിയുടെ ഒരു പ്രൊഫൈൽ തന്നെ വരുമ്പോൾ അതിൽ റീഹാബിലിറ്റേഷൻ സൈഡും നമ്മൾ നോക്കേണ്ടി വരും. അല്ലെങ്കിൽ ഫിസിയോതെറപ്പി അല്ലെങ്കിൽ ഒക്യുപേഷണൽ തെറപ്പി മുതലായ മറ്റ് റീഹാബിലിറ്റേഷൻ സർവീസസും ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികളുടെ ലൈഫിൽ? 2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്യുവർ എപ്പിലെപ്സി ആണെങ്കിൽ പോലും ഇപ്പോൾ റീഹാബിലിറ്റേഷൻ വേണമെന്നാണ് പറയുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് അവർക്കുള്ളിൽ ഒരു ബിഹേവിയറൽ ഇഷ്യൂസ് വരാം, അവർക്ക് ഫേസ് ചെയ്യാനുള്ള മടി വരാം, അല്ലെങ്കിൽ ഒരു ഓവറോൾ വെൽ ബീയിങ് ഫീലിംഗ് പോവാം. അപ്പോൾ ഇപ്പം സ്റ്റഡീസ് യോഗ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓവറോൾ വെൽ ബീയിങ് വരുമ്പോൾ അവരുടെ ഫിറ്റ്സും ഇമ്പ്രൂവ് ചെയ്യുന്നു. അങ്ങനെ അതായത് എപ്പിലെപ്സി ആസ് എ ഹോൾ എപ്പിലെപ്സി വേറെ ഒന്നുമില്ലാത്ത കുട്ടികൾക്ക് തന്നെ ഒരു ഡിസബിലിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇപ്പം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ബ്രെയിനിൽ ഡാമേജ് ഉള്ള കുട്ടികൾക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് വരുമ്പോൾ അവർക്ക് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്സ് കൂടുതലുള്ളപ്പം നമ്മൾ തെറാപ്പികളൊന്നും കൃത്യമായിട്ട് നടക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഒരു ഡോസിങ് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അത് കാരണം നമ്മളുടെ റീഹാബിലിറ്റേഷൻ മെഷേഴ്സിന് അഫക്റ്റഡ് ആവാം. അപ്പോൾ ഏത് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു അപസ്മാര രോഗത്തിനെ പറ്റി കുറച്ച് നന്നായി മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അപസ്മാരമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മിത്സ് എന്ന് പറയാം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇപ്പോൾ അപസ്മാരം കാണുമ്പോൾ തന്നെ നമ്മൾ താക്കോല് കുട്ടിയുടെ കയ്യിൽ കൊടുക്കണം, അങ്ങനെ ഒരു വലിയൊരു മിത്തുണ്ട്. അതിൻ്റെ ഒരു മെഡിക്കൽ സൈഡ് അതിൻ്റെ എന്താണ്? നോക്കൂ, അതിനകത്ത് മെഡിക്കലായിട്ടൊന്നും തന്നെ ഇല്ല. അത് ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ ഫിറ്റ്സ് വരുമ്പോൾ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 to 2 minutes ആണ്. അപ്പോൾ ആ സമയത്ത് നമുക്കിപ്പം ആൾക്കാർക്ക് അറിയാം, ഒരു ആക്ഷൻ ബയസ് എന്ന് പറയും നമ്മളത്. അതായത് നമ്മളൊരു സാധനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ, ഈ 1-2 മിനിറ്റ് നോക്കിക്കൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കണ്ടു നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനകത്ത് ആൾക്കാർ കണ്ടുപിടിച്ച ഒരു ടൈം കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഈ താക്കോല് അന്വേഷിച്ച് പിടിച്ച് കൊണ്ടുവരുമ്പോഴേക്ക് ഇത് യൂഷ്വലി നിൽക്കും. അത് കയ്യിലെത്തുമ്പോഴേക്ക് യൂഷ്വലി നിൽക്കും. അപ്പോൾ സമയമാണ് അതിൻ്റെ ഇഷ്യൂ. അത് ആ സമയത്തിൽ നമ്മൾ എന്ത് കൊടുത്താലും നിൽക്കും എന്നുള്ളതാണ് യൂഷ്വൽ സീഷേഴ്സ്. പക്ഷേ ഇതിപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ കാലാകാലങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് ഇപ്പം ചില സാധനങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഷൂ മണപ്പിക്കുക, വായിൽ കയറ്റുക, അങ്ങനെ പല വിഷമം പിടിച്ച കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് അത് കൂടുതൽ കോംപ്ലിക്കേഷനിലുണ്ടാക്കും. പക്ഷേ അതേ സമയത്ത് ഇപ്പം വല്ലാതെ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നതിൽ നമ്മൾ ടൈറ്റായിട്ട് തുറക്കാൻ നോക്കി അതിനകത്ത് വയ്ക്കുമ്പം ഇഞ്ചുറി ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതല്ലാതെ
വല്ലാതെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു താക്കോൽ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് വല്ലാതെ വരുന്നില്ല. പക്ഷേ അതേസമയത്ത് വായിലേക്ക് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക, അങ്ങനെ പലയിടത്തും ഉണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഉള്ളി മണപ്പിക്കുക, ഉള്ളി സാധനം ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഷൂ മണപ്പിക്കുക, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊന്നും നമ്മളെ കമ്മ്യൂണിറ്റിയിൽ, സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ അത്ര കോമൺ അല്ല. കേരളത്തിൽ ആ കൂടിയുള്ള ഒരു സാധനം അത് കുറച്ചും കൂടി റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട് ഈ സിനിമകളിൽ. ഇത് പിന്നെയും കാണിച്ചിട്ട് അത് വല്ലാതെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തല്ല, കുറേ ഏത് സിനിമ എടുത്താലും എനിക്ക് തോന്നുന്നത് എവിടെ അപസ്മാര രോഗം കാണിക്കുന്നുണ്ടോ അവിടെ ഈ താക്കോൽ ഉണ്ടാവും എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അത് കമ്മ്യൂണിറ്റിയിൽ വല്ലാതെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശാസ്ത്രീയമായിട്ട് അടിസ്ഥാനമൊന്നുമില്ല. ഒന്നുമില്ല. പിന്നെ പക്ഷേ നമ്മൾ ഈ പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്ററിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ അപസ്മാരത്തിൽ? യൂഷ്വലി എല്ലാ സാധാരണ കാണുന്ന അപസ്മാരത്തിൽ വലിയ റോളില്ല. പക്ഷെ എന്നാൽ ചില അസുഖങ്ങളുണ്ട് ഇതിങ്ങനെ ഫാമിലിയിൽ റൺ ചെയ്യുന്ന അസുഖങ്ങൾ. പക്ഷെ പൊതുവേ ഞാൻ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫാമിലിയിൽ റൺ ചെയ്യുന്ന അപസ്മാരങ്ങൾ പൊതുവേ ശക്തി കുറഞ്ഞ അപസ്മാരങ്ങളായിരിക്കും. അതായത് അവർക്ക് യൂഷ്വലി നമുക്കറിയാം, ഇപ്പം നമ്മൾ അപസ്മാരങ്ങളുള്ള പല കുട്ടികൾക്കും ബുദ്ധിപരമായിട്ടുള്ളതും അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ടെൻഡൻസീസും ഹൈപ്പർ ആക്ടിവിറ്റി അങ്ങനെ പല ബിഹേവിയറൽ ഇഷ്യൂസും ഉണ്ടാവും. പക്ഷേ ഫാമിലിയിൽ റൺ ചെയ്യുന്ന അപസ്മാരങ്ങളിൽ പൊതുവേ ഇതെല്ലാം കുറവാണ് ആക്ച്വലി. അപ്പോൾ ഒരു കണക്കിൽ ഞാനിപ്പോൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുക, ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അത് പൊതുവേ നല്ലതാണ്, അതിൻ്റെ ഒരു ഔട്ട്കം പൊതുവേ ബെറ്റർ ആയിരിക്കും. ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപസ്മാരം മാത്രമല്ല, അപസ്മാരത്തിൻ്റെ കൂടെയുള്ള ഈ ഡിസബിലിറ്റീസ് ഉണ്ടല്ലോ, അതൊക്കെ കുറവായിരിക്കും ആക്ച്വലി ഫാമിലിയിൽ റൺ ചെയ്യുന്ന അപസ്മാരത്തിൽ. പക്ഷേ അത് ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. ഒരു അറൗണ്ട് 10% ഓഫ് അപസ്മാരം മാത്രമേ അങ്ങനെ ഒരു ഫാമിലിയിൽ റൺ ചെയ്യുന്ന ടൈപ്പ് അപസ്മാരം ഉണ്ടാവുള്ളൂ. 10 to 20%. പിന്നെ അപസ്മാരമുള്ള കുട്ടികളെ പൊതുവേ പാരൻസ് കുറച്ച് പ്രൊട്ടക്റ്റീവ് ആയിട്ടായിരിക്കും വളർത്തുന്നത്. ഒരുപാട് റെസ്ട്രിക്ഷൻസ് പാരൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സൊസൈറ്റി പരമായി നമ്മൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സൈക്കിൾ ചവിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ നീന്തൽ പഠിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും അതിൻ്റെ ഒരു മെഡിക്കൽ സൈഡ് എന്താണ്? അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഇങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേഫായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ഈ സേഫ്റ്റി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഫിറ്റ്സ് വരുമ്പം ആ സമയത്ത് നമുക്ക് ആ കുട്ടിക്ക് കുറച്ച് സമയത്തേക്ക് അവരുടെ സ്വയം ആക്ഷൻസിൽ ഒരു കൺട്രോൾ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ സൈക്കിൾ ചെയ്യുന്ന സമയത്ത് നല്ല ഫിറ്റ്സ് വരുന്ന ഒരാൾ മെയിൻ റോഡ്, ഒരു വലിയ ട്രാഫിക്കുള്ള റോഡ് പോകുമ്പോൾ അത് ക്രോസ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ചിലപ്പോൾ ചെറിയതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ നമ്മൾ ഒരു റോഡ് ക്രോസ് ചെയ്യുക ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യന്മാർക്ക് തന്നെ വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഇതുപോലുള്ള ചെറിയൊരു സ്റ്റക്കായി പോവുകയാണെങ്കിൽ ആ സമയത്ത് ഒരു ആക്സിഡൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. അപ്പോൾ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് നമ്മൾ അവരെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റിയും വ്യക്തിത്വ വികാസവും ഒക്കെ അഫക്റ്റഡ് ആവും. അപ്പോൾ മെയിൻലി ഫിറ്റ്സ് കൺട്രോൾ ചെയ്തിട്ട് അസുഖം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്, അസുഖം വരാനുള്ള ഒരു ചാൻസ് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും കൂടുതൽ ഫിറ്റ്സ് ഉണ്ടാക്കില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ സൈക്കിൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഫിറ്റ്സ് വരുന്നില്ല, സ്വിമ്മിങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫിറ്റ്സ് വരുന്നില്ല. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസ്ഡ് സ്വിമ്മിങ് അല്ലെങ്കിൽ ആ സമയത്ത് മുങ്ങുന്ന സമയത്ത് ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് സ്വിമ്മിങ്ങിനോട് ഇത്രയധികം പ്രശ്നം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ ഏറ്റവും അധികം ആക്സിഡൻറ്റ് ഡെത്ത്സ് അപസ്മാരത്തിൽ വന്നുകൊണ്ടിരുന്നത് ഡ്രൗണിങ് ഡെത്ത്സ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഡ്രൗൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ നമുക്കൊരു സപ്പോർട്ട്, ആ സമയത്ത് ഒരു ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്വിമ്മിങ്ങിനോടൊരു പ്രശ്നം വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സാധാരണ ഇന്നത്തെ കാലത്ത് ചില കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും. അതായത് മെയിൻലി നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് ഈ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. സ്ക്രീൻ ടൈം കൂടുന്തോറും അത് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഫിറ്റ്സ് കൂടുതലാക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് ഫിസിക്കൽ എക്സസൈസസ് പൊതുവേ ഫിറ്റ്സിൻ്റെ ടെൻഡൻസി കുറയ്ക്കുകയാണ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലാക്സേഷനാണ് ബ്രെയിനിൽ വരുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത ദിവസങ്ങളിൽ നമ്മളെ മൊത്തം ഒരു റിലാക്സേഷനാണ് വരിക. നമ്മളുടെ സ്ട്രെസ്സ് കുറയും, റിലാക്സേഷൻ കുറയും. അപ്പോൾ സ്ട്രെസ് ആസ് സച്ച് ഫിറ്റ്സ് കൂട്ടുകയാണ് ചെയ്യുക. അപ്പം മൊത്തത്തിൽ ഡെയിലി എക്സസൈസസ്, ഡെയിലി ഗുഡ് സ്ലീപ്പ്, ഇതൊക്കെ ഫിറ്റ്സിൻ്റെ ടെൻഡൻസി കുറയ്ക്കും. അതായത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നമ്മളിപ്പോൾ സോ കോൾഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പറയുമല്ലോ പല കാര്യങ്ങളും, അതെല്ലാം പൊതുവേ ആക്ച്വലി ഫിറ്റ്സിൻ്റെ ടെൻഡൻസിയും കുറയ്ക്കും. അപ്പോൾ അതേസമയത്ത് നമ്മളിപ്പോൾ ലേറ്റ് നൈറ്റായിട്ട് ഇരുന്ന് മൊബൈലിൽ ഒരുപാട് നേരം കാണുന്നു, കുറേ സ്ക്രീൻ ഗെയിംസ് കളിക്കുന്നു, അത്തരം സാധനങ്ങൾ, പ്രത്യേകിച്ച് ലേറ്റ് നൈറ്റായിട്ടിരിക്കുക, സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ടിരിക്കുക, ബിഞ്ച് വാച്ചിങ് ചെയ്യുക, ഇതൊക്കെ ആക്ച്വലി നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലല്ലോ. ഇതെല്ലാം ഫിറ്റ്സിൻ്റെ ടെൻഡൻസിയും കൂട്ടും. അപ്പം പ്രൈമർലി നമ്മളിപ്പം ഫിറ്റ്സ് ഉള്ള കുട്ടികൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഫിറ്റ്സ് ഉള്ള ആൾക്കാർക്കും വേണ്ടത് ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. അത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണല്ലോ. അതെന്നെ ജനറലി. ഇപ്പോൾ സാർ സ്ക്രീൻ ടൈമിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സ്ക്രീൻ ടൈം എത്രത്തോളം നമുക്ക് ഒരുപാട് അതിൻ്റെ ഹാംഫുൾ
വശങ്ങളറിയാം. ഇപ്പോൾ ഒരുപാട് പല രീതിയിൽ വരുന്നുണ്ട്. അതിലെ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് എന്ന രീതിയിൽ സാറിന് എന്തായിരിക്കും അതിൻ്റെ ഒരു റീസൺ, അല്ലെങ്കിൽ മെഡിക്കലി എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? എന്താണ് അതിന് പുറകിലൊരു അപകടം എന്ന് പറയുന്നത്? അതിനിപ്പം മെയിൻലി അത് വളരെ ഡബിൾ എഡ്ജ്ഡ് ആണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം എല്ലാ ഇൻഫർമേഷനും വരുന്നത് സ്ക്രീനിൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം കട്ട് ചെയ്യുമ്പം ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ജനറൽ നോളേജ് കുറയുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ നമുക്ക്. പക്ഷേ വൺ തിങ് ഈസ് വെരി ക്ലിയർ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ നമ്മൾ പഴയ പോലെ ബുക്ക് വായിക്കുന്ന പോലെയല്ല. ഈ സ്ക്രീൻ ടൈം കൂടുന്തോറും ബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആവുന്നുണ്ട്. ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് അബ്നോർമൽ ആവുന്നുണ്ട്. ഇപ്പം നമ്മളതിനെ പറയുന്നത് ബ്രെയിനിൻ്റെ ഒരു ക്രിട്ടിക്കൽ പീരീഡിൽ ഒരുപാട് സ്ക്രീൻ ടൈം വരുമ്പം ഈ നോർമൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സിനാപ്റ്റിക് പ്രൂണിംഗ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതായത് ബ്രെയിൻ ഒരു 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 പ്രത്യേക രീതിയിൽ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നതിനെ ഇത് ചേഞ്ച് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇപ്പോഴത്തെ പല സ്റ്റഡീസും അത് വളരെ സ്ട്രോങ് ആയി കാണിക്കുന്നതുകൊണ്ടാണ് ചെറിയ കുട്ടികളിൽ ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ സ്ട്രോങ് ആയിട്ട് ലോസ് തന്നെ വന്നിട്ടുണ്ടല്ലോ. പല പല കൺട്രീസിലും ഇപ്പം സ്ക്രീൻ ടൈം കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഇപ്പം നമുക്ക് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ചെറിയ കുട്ടികളാകുമ്പോഴും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോലും ഈ സ്ക്രീൻ കാണിച്ചു കൊടുത്ത്, അത് പ്രത്യേകിച്ച് ഈ ഓട്ടിസ്റ്റിക് ടെൻഡൻസിയൊക്കെ വളരെ ചെറിയ ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ ഈ സ്ക്രീൻ ടൈം അങ്ങ് കൂടി ലാംഗ്വേജ് മൊത്തം ജനറൽ എക്സ്പോഷർ ലാംഗ്വേജ് കുറയും കൂടി ചെയ്യുമ്പോൾ ആക്ച്വലി അവരുടെ ഈ ഡിസബിലിറ്റി എക്സാജറേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വളരെ കോംപ്ലക്സ് ആണത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്കത് കംപ്ലീറ്റ് ഒഴിവാക്കാനും പറ്റില്ല. പക്ഷേ ഇത് ഒരു ബാലൻസ് ചെയ്ത് പോകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീരെ ഒഴിവാക്കാൻ പറയുന്നതും അത്ര നല്ലതായിരിക്കും എന്ന് തോന്നുന്നില്ല. മിക്കപ്പോഴും അതിൻ്റെ കുറച്ചും കൂടി ബുദ്ധിമുട്ട് വരുന്നത് ഒരു ഡെവലപ്മെന്റൽ ടൈമിലാണ്. ഇപ്പോൾ സാർ പറഞ്ഞ ക്രിട്ടിക്കൽ പീരീഡിൽ ഉണ്ടാകുന്ന സ്ക്രീൻസിനാണ് കുറച്ചും കൂടി ആ ബ്രെയിൻ ഫിസിയോളജീനെ വ്യത്യാസപ്പെടുത്തുന്നതും. അതിൽ സംശയമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അറിയാവുന്നിടത്തോളം നമുക്ക് എല്ലാ കുട്ടികളെയും ഈവൻ ഇൻഫൻസി ഒരു 2 വയസ്സ്, ഒരു മാസം 2 മാസമുള്ള കുട്ടികൾക്ക് വരെ സ്ക്രീൻ കാണിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുട്ടി കരയുമ്പം ഇത് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സാധനം വരുന്നുണ്ട്. അത് തീരെ നല്ലതല്ല എന്നുള്ളത് വളരെ ഡെഫിനറ്റ്ലി പല സ്റ്റഡീസും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആവുക, അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആവുക, എന്നിട്ട് ഒരു മെഷേർഡായിട്ട് ഇത് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതായിരിക്കും നല്ലത്. അത് പ്രത്യേകിച്ചും ഈ ക്രിട്ടിക്കൽ പീരീഡിൽ സ്പെസിഫിക്കലി അവോയ്ഡ് ചെയ്യുകയായിരിക്കും നല്ലത്. ഡിസബിലിറ്റിയുള്ള കുട്ടികളെ നമ്മൾ പറയുമ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അതിൽ ഒട്ടുമിക്ക സമയത്തും പാരൻസിനൊരു ഡൗട്ടാണ് ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ സമയത്ത് ഇവർ വളരെ ദൂരം എങ്ങനെയായിരിക്കും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയായിരിക്കും അതിലൊരു ഗൈഡൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അതിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഡെഫിനറ്റ്ലി ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ അത് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഒരു പ്ലാൻഡായിട്ട് ചെയ്യണം. വിത്ത് ടെക്നിക്കലി വാട്ട് ഐ വിൽ സേ ട്രെയിൻഡ് ആൾക്കാരത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ചാനൽസ് എന്നുള്ള ഇൻഫർമേഷൻസ് വന്നിട്ട് കുട്ടിക്ക് അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയില്ല. അങ്ങനത്തെ ഒരു സാധനത്തിനേക്കാളും ഡെഫിനറ്റ്ലി നമ്മൾ ഒരു പ്ലാൻഡായിട്ട് അത് എക്സ്പോസ് ചെയ്യുമായിരിക്കും നല്ലത്. അതാണ് പല വെസ്റ്റേൺ കൺട്രീസിലും അവർ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും അത് ഒരു ഓപ്പൺ സംസാരം ഇപ്പോഴും ഒരു ടാബു ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം നമുക്കൊരു നോർമൽ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന തന്നെ ഒരു പ്രശ്നത്തിലാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി അത് ഡിഫിക്കൽട്ടായിട്ടാണ് വരുന്നത്. എസ്പെഷ്യലി അറ്റ്ലീസ്റ്റ് നമുക്കിപ്പം ആക്ച്വൽ സെക്ഷൽ എഡ്യൂക്കേഷനിലേക്ക് പോയില്ലെങ്കിൽ പോലും ആ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അല്ലെങ്കിൽ ഒരു മെനാർക്കി വരുന്ന സമയത്ത് ഒരു ഓട്ടിസ്റ്റിക് പെൺകുട്ടിക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ സ്ലോലി അത് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ നമുക്ക് പറ്റുന്നില്ല. ഇപ്പം അത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യം പോലും അവർക്ക് എന്താണ് അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളതൊരു പ്ലാൻഡായിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് സൈക്കോളജിസ്റ്റും ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യനും എല്ലാവരും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് അത് പാരൻസിനെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷനുണ്ട്. വളരെ ഇപ്പം ഞാൻ നോക്കിയിടത്തോളം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടൊരു പാർട്ട് അതാണ് ഇപ്പം ഈ ഡിസബിലിറ്റി കുട്ടികളെ മാനേജ് ചെയ്യുന്നതിൽ.
പ്രത്യേകിച്ച് അവരുടെ ഒരു ഈ സർവൈവൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഹെൽത്തി സർവൈവൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇപ്പം ഞാനൊരു 25 ഇയേഴ്സ് അല്ലെങ്കിൽ 35 ഇയേഴ്സ് ബാക്ക് ഞാൻ പീഡിയാട്രിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ അന്നത്തെ സർവൈവലിനേക്കാളും ഒരുപാട് നമുക്ക് ഈ സ്പെഷ്യൽ ചിൽഡ്രൻ്റെ സർവൈവൽ വല്ലാതെ കൂടിയിട്ടുണ്ട്, ലോങ് ടൈം സർവൈവൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് കംസ് വിത്ത് ഡെഫിനറ്റ്ലി ഈ ഒരു ചാലഞ്ച് വല്ലാതെ വരുന്നുണ്ട്. അതിന് സ്പെസിഫിക് ആയിട്ടൊരു അപ്രോച്ചസ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. യാ അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സെൻസിറ്റീവാണ്. അറ്റ് ദ സെയിം ടൈം മോർ സ്ട്രക്ചേർഡ് ആയി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽസ് തന്നെ, റാദർ ദാൻ പലരും ഒരു കണക്ട് ചെയ്ത ഒരു ഐഡിയ വെച്ച് വർക്ക് ചെയ്യല്ല, റാദർ ദാൻ ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ്. അതെ, അത് എനിക്ക് തോന്നുന്നത് ഇത്തരം കുട്ടികളായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു ട്രെയിനിങ് വേണം. അതായത് സ്റ്റാർട്ടിങ് ഫ്രം ദ ന്യൂറോളജിസ്റ്റ് ടു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് മുതൽ ഈ പറയുന്ന സോഷ്യൽ വർക്കേഴ്സ്, പിന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ആരൊക്കെ ഈ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ഇതിനകത്തൊരു ട്രെയിനിങ്ങും ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട രീതികളും പറഞ്ഞു കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു സ്പെഷ്യൽ ഒരാളുടെ മാത്രം ഒരു റെസ്പോൺസിബിലിറ്റി ആവാതെ എവ്രിബഡി ഹൂ ഈസ് പാർട്ട് ഓഫ് ദിസ് റീഹാബിലിറ്റേഷൻ ടീം ഷുഡ് ഇൻവോൾവ്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാനേജ്മെൻ്റ് ആണെങ്കിലും മെഡിക്കലി ആണെങ്കിലും ഒരുപാട് ന്യൂ ഇന്നോവേഷൻസ് വരുന്നുണ്ട്. അതിലൊന്നാണ് ഈ സ്റ്റെം സെൽ തെറപ്പി. ഇൻ ബിറ്റ്വീൻ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇൻ ബിറ്റ്വീൻ അത് ഓട്ടിസത്തിലോട്ട് ഒരുപാട് പേര് അതിന് പോയിരുന്നു, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റി ഉള്ള ഒരുപാട് പാരൻസ് അത് സ്റ്റെം സെൽ തെറപ്പിയിലൂടെ മേ ബി ഒരു കംപ്ലീറ്റ് കെയർ കിട്ടും എന്നുള്ള രീതിയിൽ ചെയ്തവരുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ ഒരു മെഡിക്കൽ ആസ്പെക്റ്റ് എന്താണ്? ശരിക്കും സ്റ്റെം സെൽ തെറപ്പി കൊണ്ട് നമുക്ക് എത്രത്തോളം അതൊരു റിലയബിൾ അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ടെക്നിക്ക് തന്നെയാണോ? നോക്കൂ, സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശാസ്ത്രീയമായൊരു തെറാപ്പി അല്ല ഇപ്പോൾ. ഡെഫിനറ്റ്ലി അതിന് യാതൊരു തെളിവുകളും ഇല്ല. ഓട്ടിസത്തിലും ഒരു ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസിലും അത് ചേഞ്ച് ചെയ്യുന്ന സ്റ്റെം സെൽ തെറാപ്പി ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ട്രാജക്ടറിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സ് ഓഫ് ദ ഡിസീസോ ചേഞ്ച് ചെയ്തതായിട്ട് ഒരു തെളിവുകളും ഇല്ല. അപ്പോൾ തെളിവുകളില്ലാത്തൊരു ചികിത്സ എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ട് ശാസ്ത്രീയമല്ലാത്ത ചികിത്സയാണ്. അപ്പോൾ അതിനകത്ത് പല ഹൈപ്പുകളും വരുന്നുണ്ട്, പല പേരുകളും പല രീതിയിലും അതിനകത്ത് പല രീതിയിലുള്ള ഇൻഫ്ലുവൻസസും ബിസിനസ് ഇൻഫ്ലുവൻസസ് പല ഇൻഫ്ലുവൻസസും വരുന്നുണ്ട്. അപ്പോൾ അതിൽ പല പാരൻസും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ക്യൂറിന് വേണ്ടിയിട്ട് അതിന് പോകുന്നുണ്ട്. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കേസുകൾ അത്തരം ഒരുപാട് പൈസ ചിലവാക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് കൃത്യമായിട്ടൊരു ഒരു ഒരു തെളിവുമില്ല. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡയറക്റ്റീവ് തന്നെ ഉണ്ട് അത് ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ എന്നാലും ഇത് നടക്കുന്നുണ്ട്. പക്ഷേ അത് ശാസ്ത്രീയമേ അല്ല. ഞാനൊരിക്കലും അത് സപ്പോർട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഓട്ടിസത്തിലാണെങ്കിൽ ഒരുപാട് പുതിയ തരം ട്രീറ്റ്മെൻറ്റ്സ് അത് എല്ലാം എക്സ്പെരിമെൻ്റൽ രീതിയിൽ തന്നെ പോകുന്നവരുണ്ട്. ഇപ്പോൾ ഇൻഫ്രാറെഡ് ലൈറ്റ്, ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മുടെ മൈറ്റോകോൺട്രിയൻ്റെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് ഇൻഫ്രാറെഡ് ലൈറ്റ് തെറപ്പീസ് ഒരുപാട് പല ക്ലിനിക്കിലും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ UAE പോലെ കൺട്രീസിലുണ്ട്. ഇന്ത്യയിൽ ചില ക്ലിനിക്സിൽ അത് പറയുന്നുണ്ട്. അതിൻ്റെയും ഒരു മെഡിക്കൽ സൈഡ് എങ്ങനെയായിരിക്കും സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നോക്കൂ, ഇത്തരം തെറാപ്പികളൊക്കെ എല്ലാം ഒരു റിസർച്ച് ബേസിലാണെങ്കിൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് ബേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് തെളിവുകൾ ഉണ്ടാക്കുക, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് തെളിവുകൾ ഉണ്ടായിട്ട് അതിനനുസരിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് നല്ലതായിരിക്കാം, ചീത്തതായിരിക്കാം. പക്ഷേ അത് ഉടനെ തന്നെ നമ്മളൊരു പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതല്ല എന്നുള്ളതാണ് മെഡിക്കൽ പ്രൊഫഷൻ്റെ ഇത്. അതായത് നമുക്ക് ഒരു ഗവേഷണം നടത്തി അത് തെളിയിച്ച് ആ ഗവേഷണം നടത്തിയതിൻ്റെ ആ തെളിയിക്കുന്നതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് മെഡിക്കൽ ജേർണൽസ് ഉണ്ട്. അതിനകത്ത് അതിൻ്റെ ഗുണവും ദോഷവും മൾട്ടിപ്പിൾ ലെവൽസിൽ അത് കാണുക, മൾട്ടിപ്പിൾ സെൻറ്റേഴ്സിൽ നിന്ന് അത് കാണിക്കുക. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഓരോ തെറാപ്പികളും ഓരോ ടെക്നിക്സും നമ്മൾ മെഡിക്കൽ പ്രൊഫഷനിൽ എടുക്കുന്നത്. അപ്പോൾ ഈ പുതിയ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് വരുന്നതെല്ലാം പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഗവേഷണത്തിലൂടെ പോയി നമ്മളുടെ പ്രാക്ടീസിലേക്ക് വരണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ഡിസബിലിറ്റീസിൽ അല്ലെങ്കിൽ ഓട്ടിസം ആണെങ്കിലും ADHD ആണെങ്കിലും അല്ലെങ്കിൽ സിവിയർ ബിഹേവിയറൽ ഇഷ്യൂസ് ആണെങ്കിലും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള തെറാപ്പി തന്നെയാണോ അൾട്ടിമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും നമുക്ക് 100% സക്സസ് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റാത്തിടത്തോളം കാലം പുതിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിന് ഡെഫിനറ്റ്ലി റോൾസ് ഉണ്ട്.
പക്ഷെ അത് ഉടനെ ഒരു കൃത്യമായിട്ട് തെളിവുകളൊന്നും ഇല്ലാതെ നമ്മൾ ഇതിലേക്ക് വരുന്നതിനെയാണ് നമുക്കൊരു വിഷമമുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ കോംപ്ലിക്കേഷൻസിലേക്കും പോവാം. ഇപ്പോൾ സ്റ്റെം സെൽ തെറാപ്പിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ചെയ്ത പല കേസിലും നമുക്ക് സയൻറ്റിഫിക് സാധനങ്ങളിൽ അവർ സ്റ്റഡീസ് നിർത്തേണ്ടിയും വന്നിട്ടുണ്ട് ചില കേസുകളിൽ കോംപ്ലിക്കേഷൻസ് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഏത് പുതിയ ടെക്നോളജിക്കൽ സാധനങ്ങളും പുതിയ തെറാപ്പികളെയും നമുക്ക് സ്വാഗതം ചെയ്യാം, പ്രൊവൈഡഡ് ദേ ആർ കമ്മിങ് വിത്ത് പ്രോപ്പർ എവിഡൻസ്. അതായത് തെളിവുകൾ വേണം, ശാസ്ത്രീയമായ തെളിവുകൾ വേണം. ഓക്കെ, കറക്റ്റ്. നമ്മളുടെ ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ടായിരിക്കും. അവരുടെ മക്കൾക്ക് എപ്പിലെപ്സി അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ സാറിൻ്റെ ഇത്രയും എക്സ്പീരിയൻസ് ഓഫ് വർക്കിങ്ങിൽ നിന്ന് അവർക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ഒരു 3 ടിപ്സ് എന്തായിരിക്കും? ഒരുപാട് ടിപ്സ് ഉണ്ടായിരിക്കും, എന്നാലും ഒരു ടോപ്പ് 3 തിങ്സ് അവർ ആസ് എ പാരൻ്റ് അവർ മനസ്സിൽ വെക്കേണ്ട ഒരു 3 കാര്യം. അല്ല, അപസ്മാര രോഗമുള്ളവർക്ക് മെയിൻലി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് ഒരു വൈദ്യപരിശോധന നടത്തുക, ഒരു നല്ല ഡോക്ടറെ കാണുക, എന്നിട്ട് അതിനെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് കൃത്യമായ രോഗനിർണയം. രണ്ടാമത്തത്, അത് മരുന്നുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ മരുന്നുകൾ കൃത്യമായിട്ടുള്ള മരുന്നുകൾ തുടങ്ങുക, അത് മരുന്നുകൾ കൃത്യമായി കഴിക്കുക. 80% കേസുകളിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടുന്നതായിരിക്കും. ഈ കൃത്യമായിട്ട് മരുന്നുകൾ കഴിച്ചിട്ടും ഫിറ്റ്സുകൾ മാറുന്നില്ല എന്നുള്ളത് അത് ഒരു 20%-നുള്ളതാണ്. അത്തരമാണെങ്കിൽ അതിന് കൂടുതൽ ടെസ്റ്റുകൾ ആവശ്യമുണ്ട്. അതിന് സ്പെഷ്യലൈസ് സെൻറ്റേഴ്സ് ഉണ്ട്, കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ്, പല സെൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അവിടെ പോയി കൂടുതൽ വിശദമായ പരിശോധന നടത്തി ഇത് എന്തുകൊണ്ട് മരുന്നുകൾ കൊണ്ട് മാറുന്നില്ല, വേറെ എന്തെങ്കിലും ചികിത്സാ രീതികൾ വേണോ എന്ന് നോക്കുക. മൂന്നാമത്, മരുന്നുകളുടെ കൂടെ തന്നെ കൃത്യമായിട്ടുള്ള നല്ല ലൈഫ് സ്റ്റൈല്, ബാക്കി ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു റെഗുലറായിട്ടുള്ള ലൈഫ് സ്റ്റൈല് അഡോപ്റ്റ് ചെയ്യുക. പിന്നെ ഈ സ്ക്രീൻ ടൈം കുറയ്ക്കുക. പിന്നെ ചില പ്രത്യേക മരുന്നുകളുണ്ട്, അത് കഴിയുന്നത് ഒഴിവാക്കുക. അങ്ങനെ ഒരു കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു, അതായത് 80% കേസുകളിലും ഇത് മാറിക്കിട്ടുന്നതാണ്. അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് പാരൻസിനോടുള്ള നമ്മളുടെ ഒരു മെസ്സേജ് ഇന്നത്തെ. താങ്ക് യു സോ മച്ച് സാർ. ഒരുപാട് ഡൗട്ടുകൾ വളരെ സിമ്പിളായിട്ട് എല്ലാ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇത്രയും സമയം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിനും ഇത്രയും ക്ഷമയോടെ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്തതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു.